ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു മറയായി വേറെ വേറെ ജോലികളുണ്ട്. പക്ഷേ എനിക്കത് പറ്റില്ലല്ലോ. ഞാനൊരു പോലീസുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കുഴപ്പമില്ല. ചേട്ടനിപ്പോ ജോർജ് സാറിന്റെ വിങ്ങിലാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാ മതി. ആ നിങ്ങൾക്കൊക്കെ പറഞ്ഞ അനുസരിക്കാൻ എന്താ ഇത്ര മടി? ക്ലാസ്സിൽ മിണ്ടാതെ അടങ്ങിയിരിക്കണോന്ന് പറഞ്ഞാ കേക്കില്ലല്ലേ? ഇനി നിങ്ങൾ ഇത് ആവർത്തിച്ച അടിച്ച് തോട പൊട്ടിക്കും. ചെറിയ വന്നേ. വീട്ടിലെ ശല്യം ഒഴിവാക്കാൻ കുറെ എണ്ണത്തിന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നാശങ്ങള്. എന്തോ ടീച്ചർ ഇത്? ഇങ്ങനെയൊക്കെയാണ് പിള്ളേരോട് ബിഹേവ് ചെയ്യുന്നേ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ആരോ ആയിക്കോട്ടെ, പക്ഷേ കുട്ടികളോട് ഈ രീതിയിൽ സംസാരിക്കുന്ന ഒട്ടും ശരിയല്ല. സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഭീഷണിപ്പെടുത്താണോ ചെയ്യുന്നേ? ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ വരണ്ട. വഴിയെ പോകുന്നവരൊന്നും എന്നെ ഭരിക്കാൻ നോക്കണ്ട. ഞാൻ അങ്ങനെ വഴിയെ പോകുന്ന ഒരാളല്ല. ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ തന്നെയാ. ഓ, ഈ കുട്ടിയുടെ അമ്മയാണോ? മിണ്ടാനും കേൾക്കാനും പറ്റാത്ത ഇതുപോലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? എന്നിട്ട് ഞങ്ങളത് ചെയ്യുന്നില്ലേ? ശരിക്കും ഇവരെയൊക്കെ വിടേണ്ടത് ഇത്തരം പിള്ളേർ പഠിക്കുന്ന സ്കൂളിലേക്കാ. എന്റെ മോളെ എവിടെ പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങളെ പോലുള്ള ടീച്ചേഴ്സിനെ ഭയന്നാ കുട്ടികൾ ഈ സ്കൂളിലോട്ട് വരണ്ടാന്ന് പറയുന്നത്. എന്റെ മോള് സ്കൂളിലേക്ക് വരാനുള്ള മടി കാണിച്ചതിന്റെ കാരണം അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. വാ മോളെ. വിദ്യാഭ്യാസം എന്നല്ലേ ജോലി ചെയ്യാനുള്ള കുറുക്കു വഴി മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരത്തെയും പെരുമാറ്റത്തെയും കൂടി നന്നാക്കാൻ ഉപയോഗിക്കണം. മനസ്സിലായോ? കഷ്ടം. എല്ലാരും ക്ലാസ്സിലേക്ക് പോയേ. പോ 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 പെട്ടെന്ന്. മാം, ഈ സ്കൂളിലേക്ക് എന്റെ മകളെ ചേർക്കുമ്പോ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും ഇവിടുത്തെ മാനേജ്മെന്റിനും കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. മാഡം, നിങ്ങൾ ടെൻഷൻ ആവാതെ കാര്യം എന്താന്ന് പറയൂ. എന്താണെങ്കിലും നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. മാഡം, കാര്യം ഞാൻ പറയാം. മാം, ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങൾ കുട്ടികളെ അയക്കണ്ടേ? സോറി മാഡം, ഞാനിപ്പോ ടീച്ചറിനെ വിളിച്ച് സംസാരിക്കാം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് ആ കുട്ടികൾക്കുണ്ടായ അനുഭവം ഒരു കുഞ്ഞിനും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സ്കൂളിനും ടീച്ചേഴ്സിനും എതിരെ വേണ്ട നിയമ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അതെ, ഇത്തരം പ്രവർത്തികൾ ക്ഷമിക്കാവുന്നതല്ല. ഒരു ടീച്ചറിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കിന് സ്കൂളിനെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ ടീച്ചറിനെ വിളിക്കാം. വേണ്ട നടപടിയും എടുക്കാം. ശാലിനി, ടീച്ചറോട് വരാൻ പറയൂ. ശരി മാഡം. പുതിയ ടീച്ചറാ, അതുകൊണ്ട് ആരെയും പരിചയമില്ല. അതിന്റെ പ്രോബ്ലംസാ. അതാകും മാഡത്തിന് മനസ്സിലാവാതെ പോയത്. ഇത് എന്നെ ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല മാം. അതാദ്യം നിങ്ങൾ മനസ്സിലാക്ക്. എന്താ മാഡം വിളിച്ചത്? വരൂ. എന്താ ടീച്ചറെ ഇത്? ടീച്ചർ കുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് കംപ്ലൈന്റ് കിട്ടിയല്ലോ. ഇല്ല മാഡം, ഇവരാ എന്നോട് മോശമായി പെരുമാറിയത്. അപ്പൊ ഇവരാരാന്ന് ടീച്ചർക്ക് അറിയാവോ? വെറുതെ ആളറിയാതെ അനാവശ്യം പറയരുത്. സോറി മാഡം. ഇനി സോറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ടീച്ചർ ഇനി ഈ സ്കൂളിൽ തുടരാൻ സാധ്യമല്ല. യു ആർ ഡിസ്മിസ്ഡ്. മാഡം, അയ്യോ മാഡം, അങ്ങനെ പറയരുത്. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കിക്കോളാം. സോറി മാഡം. നിങ്ങളുടെ സോറി ഒന്നും എന്നോട് പറയണ്ട. നിങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം ഞാൻ കണ്ടതാ. ടീച്ചറിന് പോകാം. മാഡം, ഞാൻ നോ മോർ എക്സ്പ്ലനേഷൻ. ഔട്ട്. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല മാഡം. ഇതൊരു ഇഷ്യൂ ആക്കരുത് പ്ലീസ്. ഇത്തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാം മോളെ. ശരി, സ്കൂളിനെതിരെ ഞാനൊന്നും പറയില്ല. പക്ഷേ എന്റെ മോളെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. മാഡം, വാ മോളെ, നമുക്ക് പോവാം.
എന്താ മോളെ ഇവിടെ നിർത്തിയത്? ഓഫീസിൽ വിടാനല്ലേ സാറ് പറഞ്ഞത്? ഇത് തന്നെയാ സ്ഥലം. ആണോ? ആഹാ, എന്നാ ശരി. അല്ല, പൈസയൊക്കെ അവിടെ തന്നിട്ടുണ്ടല്ലോ അല്ലേ? പോലീസുകാരനാണ്, വാങ്ങിച്ചെടുക്കാൻ പാടാ. ചേട്ടൻ അകത്തേക്ക് ചെല്ല്. ഓക്കെ. സ്റ്റുഡിയോ അല്ലേ ഇത്? ഞാൻ എത്തി. അതെ, എനിക്ക് സ്ഥലം മാറിയോ എന്നൊരു ഡൗട്ട്. ഇല്ലടി, ഞാൻ സ്ഥലം മാറി കയറുമൊന്നും അല്ല. നീ ഇപ്പൊ ഫോൺ വെക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. എടി, ഞാൻ വിളിച്ചോളാന്ന്. ആ, വെക്ക്. മോളെന്ത് ഇങ്ങോട്ട് വന്ന്? ഞാൻ എന്തെങ്കിലും മറന്നു വെച്ചാ? ഇല്ലല്ലേ, എല്ലാം ഉണ്ടല്ലേ? ആ, എത്തിയോ? ആ, ഹലോ. കുട്ടേട്ടനല്ലേ? അതെ, ഞാൻ അഖിൽ. ആ. ഇതാ നമ്മുടെ ഓഫീസ്. ഓ, ഞാനും ഈ വിങ്ങിലുള്ളതാണ് അക്ഷര. ആഹാ, അപ്പൊ മോളും പോലീസായിരുന്നല്ലേ? ഉം. അത് കൊള്ളാം, അത് കൊള്ളാം, അത് കലക്കി. ഞാനേ ഇത്രയും വർഷത്തെ സർവീസിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നത്. അല്ല, നമ്മുടെ ഓഫീസർ ആരാ? JD ജയദുർഗയാണ് നമ്മുടെ ചീഫ്. ഓ, ഇവിടുത്തെ രീതികൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കണ്ടപ്പോ പരിചയം കാണിക്കാത്തത്. ഓക്കെ ഓക്കെ, ഇപ്പൊ എല്ലാം എനിക്ക് മനസ്സിലായി. ചേട്ടന്റെ താമസമൊക്കെ എവിടെയാ? തൽക്കാലം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിക്കാന്ന് വിചാരിക്കുന്നു. കുട്ടേട്ടൻ വരൂ, നമുക്ക് ഏരിയക്ക് കാണാം. പിന്നെ കാണണ്ടേ? അങ്ങോട്ടല്ല, ആ, ഇങ്ങോട്ട്. അങ്ങോട്ടാണോ? ആ, ഓക്കെ. വരൂ. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു മറയായി വേറെ വേറെ ജോലികളുണ്ട്. പക്ഷേ എനിക്കത് പറ്റില്ലല്ലോ. ഞാനൊരു പോലീസുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കുഴപ്പമില്ല. ചേട്ടനിപ്പോ ജോർജ് സാറിന്റെ വിങ്ങിലാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാ മതി. ആ, അത് ശരി.